നമസ്കാരം. മാമലക്കണ്ടം ഇളംപ്ലാശ്ശേരിക്കുടിയിൽ വനസംരക്ഷണ സമിതി കെട്ടിടത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ്. അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. പ്രദേശം വളഞ്ഞ് വനംവകുപ്പ് അധികൃതരും പോലീസും. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുമായി അഗ്നിശമന സേനയും. പ്രദേശത്ത് സംഘർഷം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവത്തിന് തുടക്കം. മാമലക്കണ്ടം സ്വദേശി സോളമനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നത്. സോളമൻ കെട്ടിടത്തിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് ദേഹത്ത് പെട്രോൾ ഒഴിച്ചതോടെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാർ പുറത്തേക്ക് ഓടി. കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങൾ സോളമൻ തല്ലി തകർത്തതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇളംപ്ലാശ്ശേരി സ്വദേശിനിയാണ് സോളമൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ സോളമന്റെ വീട് തകർന്നിരുന്നു. നിലവിൽ തനിക്ക് താമസിക്കാൻ വീടില്ലെന്നും വനസംരക്ഷണ സമിതി കെട്ടിടം തനിക്ക് താമസിക്കാൻ വേണമെന്നുമാണ് സോളമന്റെ ആവശ്യം. വനംവകുപ്പ് ജീവനക്കാരും പോലീസുമായി അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നു. സംഭവത്തെക്കുറിച്ച് പ്രദേശവാസിയായ യുവതിയുടെ വിവരണവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംരക്ഷണ സമിതിയുടെ കെട്ടിടമാണ് ഞങ്ങളുടെ. അതായത് ഞങ്ങൾക്ക് തൈര് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു പരിപാടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പണതിട്ടേക്കണേ. ഇത് ഇപ്പൊ അവര് ചെക്ക് പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മളിവിടെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ല. ഇപ്പൊ കുറച്ചുകൂടി തന്നെ 1500 അടുത്ത് വീടുകളുണ്ട് അവിടെ. ഒരു ആദിവാസി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അവർക്കൊന്ന് ആശുപത്രി പോകണമെങ്കിൽ ഒന്നെങ്കിൽ അടിമാലി ഇല്ലെങ്കിൽ കോതംകുളം കോട്ടത്തിന് പോകേണ്ട എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂടെ അവരെങ്ങനെ വരും? ഞങ്ങളുടെ മെഷീനല്ല ഇതേ തയ്യൽ മെഷീൻ തൊട്ട് സകല സാധനം ഞങ്ങളുടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവരിതെല്ലാം ഇതിനകത്ത് വെച്ച് പൊത്തിപ്പിടിച്ചിരിക്കുക. ആദിവാസിക്ക് ഇതിനകത്ത് കയറത്തുമില്ല, ഒരു കാര്യങ്ങളും ചോദിക്കത്തുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി. പിന്നെ നമ്മൾ എന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ കുറച്ചുകൂടിക്കുള്ള വഴി. ഈ കെട്ടിടം ഞങ്ങളുടെ ആദിവാസിയുടെ എന്തിനു വേണ്ടി പണിതാ? എന്തോ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? ഇത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുയോഗം കൂടുവോ അല്ലെങ്കിൽ ഊരുകൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തൈല് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കള് പരമ്പ് നെയ്യാൻ മോറം കൊട്ട അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പേന് കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മനുഷ്യങ്ങൾ കൊണ്ടുവന്ന് ശേഖരിക്കാനുള്ള കെട്ടിടമാണ് ഇത്. ഇത് ഫോറസ്റ്റുകാർക്ക് ഉള്ളതല്ല, ഫോറസ്റ്റുകാർക്ക് അവകാശമുണ്ടോ? ഇല്ല. ഇത് അവർക്ക് യാതൊരു റോളില്ല ഇതിനകത്ത്. ഇത് നമുക്കുള്ള കെട്ടിടമാണ്, ഞങ്ങളുടെയാണിത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതുവഴി അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടോ? കടന്നു പോകാൻ പറ്റില്ല. എന്താ അവര് പറയുന്നത്? അവര് പറഞ്ഞ വണ്ടി കടത്തിവിടിയല്ലോ. നിങ്ങൾക്ക് കുറച്ചുകൂടിക്ക് പോകുന്നതിന് തടസ്സമുണ്ടോ? ഞങ്ങളുടെ സ്ഥലമെല്ലാം അവിടെ കിടക്കും. ഞങ്ങൾക്ക് നടന്നു പോകാം, അല്ലാതെ വണ്ടി കൊണ്ട് പോക്കൊന്നും നടക്കും. വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്നുള്ള ഈ എന്തെങ്കിലും ഒരു രോഗിനെ എന്തെങ്കിലും രോഗമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പൊ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കടത്തി വിട്ടില്ല. ഒന്നെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കിടന്നിട്ട് ആനയെ മാറ്റി അല്ലെങ്കിൽ ആന മാറുന്ന സമയം നോക്കിയിട്ട് മണിക്കൂറോളം നോക്കി നിന്നിട്ട് നമുക്ക് കടന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു തരാം? സഹായം ചെയ്തിട്ടില്ല. ആണോ? ഈ ഫോറസ്റ്റിന്റെ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാണല്ലോ അവർ അറിയാൻ കഴിയുന്നത്. ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുണ്ട്. പക്ഷെ ഫോറസ്റ്റിൽ നിന്ന് നമുക്കൊരു രോഗി ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം, അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി അങ്ങനെയുള്ള അവിടുത്തെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ വണ്ടി. ഇപ്പൊ ഒരു ആശുപത്രി പോകാനായിട്ട് വണ്ടി, ആ വണ്ടി നമുക്ക് ഒരു വണ്ടി വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വണ്ടിക്കൂലിയൊക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ഇതുവരെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഫോറസ്റ്റിന്റെ സഹായം കിട്ടിയിട്ടില്ല. 1 രൂപ പോയിട്ട് ഒരു വാക്കിനൊന്നും പോലുമില്ല. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഞങ്ങളുടെ മെഷീൻ കിടപ്പുണ്ട്, പിന്നെ കുറെ സാധനങ്ങൾ. ഈ തയ്യൽ മെഷീന് എന്തിനു തന്നതാ? ആര് തന്നാണ്? അത് ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് തന്നില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ തേൻ എടുക്കണം. തേൻ നമ്മൾ ശേഖരിച്ചിട്ട് തേൻ ഇങ്ങനെ അതായത് റാട്ട് അവിടെ നിർത്തിയിട്ട് ചേച്ചി അടുത്ത് തേൻ തൊള്ളി മാത്രം ഇങ്ങനെ എടുക്കണം. മെഷീൻ, ആ മെഷീനുണ്ട്. അതെല്ലാം ഇതിനകത്ത് ഇരിക്കും. അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരുന്നില്ല. എന്താ അവര് ചോദിക്കുമ്പോ പറയുന്നത്? അവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ചോദിക്കാൻ പോകാൻ ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 വണ്ടി പോലീസുകാരും കൊണ്ടല്ലേ വന്നെ. ഇപ്പൊ തന്നെ കണ്ടോ, നമ്മള് 4, 3, 7 പേര് വന്നപ്പോ കണ്ടോ എത്ര വണ്ടി പോലീസുകാരോ വന്നപ്പോ? എത്ര വണ്ടിക്ക് പോലീസുകാരോ? നമ്മളെ പേടിച്ചിട്ടാണോ? നമ്മളൊന്നും ചെയ്യാൻ ഇവര് വന്നല്ലോ. നിലവിൽ ഇവര് നിങ്ങൾക്ക് ഫണ്ടുകളുണ്ട്, ഫോറസ്റ്റിന്റെ ഒരുപാട് ഫണ്ടുകൾ ആദിവാസികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എന്താ ഇവരോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ഒരു പാർലയും പണിയില്ല, ഒരു പ്ലാന്റേഷനിലെ ഒരു പണിയില്ല, ഒരു തൈവെക്കലോ വനം പിടിപ്പിക്കലോ ഒന്നുമില്ല. ഈറ്റ വെട്ടുണ്ടോ ഇപ്പൊ? ഒന്നുമില്ല. ഫോറസ്റ്റിലെ ഉള്ളിലോ നിങ്ങൾക്ക് ഒരു തൊഴിലും തരത്തില്ല? ഒരു തൈലും തരത്തില്ല. നമുക്ക് ഫണ്ടുകളുണ്ട് സർക്കാരിൽ നിന്ന്. ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾ വേറെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ? ഇത് ആരും ധരിപ്പിച്ചിട്ടില്ല. അല്ല, നമ്മുടെ നിങ്ങളുടെ ഒരു കൂട്ടത്തെ അതുപോലെയുള്ള എന്തെങ്കിലും സംഘടന, VSSന്റെ സംഘടന അങ്ങനെയുള്ള ആളുകളില്ലേ ഇവിടെ? അപ്പൊ അവരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അവരറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയണില്ലല്ലോ. ഇവര് അത് അറിയിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഫണ്ടുകൾ വരുന്നുണ്ടെന്നോ ഫണ്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും പറയണില്ലല്ലോ. ഒന്നും ഇവര് നിങ്ങളെ അറിയിക്കാറില്ല. അറിയിക്കാറില്ല.